ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ബിഗ് ബോസ് വീട്ടുകാർക്കൊരു ടാസ്ക് കൊടുത്തിരുന്നു. അതായത് അനീഷിനും അനുമോൾക്കും നെവിനുമായിട്ട്, അതായത് കൺഫെഷൻ റൂമിൽ വെച്ചിട്ട് ഒരു പാനീയം കുടിക്കണം, ഒരു ഡ്രിങ്ക് കുടിക്കണം. അതിനുശേഷം അവർക്കൊരു സൂപ്പർ പവർ കിട്ടും. അങ്ങനെ വീട്ടുകാരോട് ആ സൂപ്പർ പവർ എന്താണ് എന്നത് ബിഗ് ബോസ് ഓരോരുത്തരുടെയും സൂപ്പർ പവർ പറയും. അവരുടെ ഒരു ക്യാരക്ടറിനനുസരിച്ച് വീട്ടുകാർ പെരുമാറണം. അതിനനുസരിച്ച് ഓരോ വ്യക്തികളും തങ്ങളുടെ ക്യാരക്ടർ എന്താണ് എന്നത് ഐഡൻറ്റിഫൈ ചെയ്ത് ബിഗ് ബോസിനോട് പറയണം എന്നതായിരുന്നു ടാസ്ക്. അങ്ങനെ ആദ്യം തന്നെ അനീഷ് വരുന്നു. അനീഷിൻ്റെ ക്യാരക്ടർ ഒരു ഫിലിം സ്റ്റാർ, ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ റോളായിരുന്നു. അത് വീട്ടുകാരുടെ മോശം അഭിനയം കൊണ്ട് തന്നെ അനീഷ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മനസ്സിലാക്കുന്നു. അങ്ങനെ ബിഗ് ബോസിനോട് പറയുന്നു. അതിനുശേഷം അനുമോളാണ് വരുന്നത്. അനുമോള് കറക്റ്റായിട്ട് ഉത്തരം പറയുന്നില്ല. മൂന്നാമതായിട്ട് വന്നത് നെവിനാണ്. നെവിന് സത്യത്തിൽ മറ്റുള്ള എല്ലാ ടാസ്കുകളിലും, അല്ലെങ്കിൽ ടാസ്കുകൾക്ക് അപ്പുറത്തേക്ക് വീട്ടിലുള്ള എല്ലാവരെയും ചിരിപ്പിക്കാനും എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനുമുള്ളൊരു പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫൺ ടാസ്ക്കാണ്. അത്തരത്തിൽ നെവിൻ്റെ നല്ല രീതിയിലുള്ളൊരു പ്രകടനം തന്നെ നമുക്ക് ഈ ഒരു ടാസ്കിൽ കാണാനായിട്ട് സാധിച്ചു. വീട്ടുകാർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു ടാസ്ക് കൈകാര്യം ചെയ്തു. അനീഷിൻ്റെയാണ് വളരെയധികം മോശമായി വീട്ടുകാർ ചെയ്തിരുന്നത്. എന്നാൽ നെവിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മറ്റു മത്സരാർത്ഥികളെല്ലാവരും ആ ഒരു ടാസ്ക് ചെയ്തു. മിസ്ലീഡിംഗ് ആയി ഒന്നും ചെയ്യരുത് എന്ന് പ്രത്യേകം ബിഗ് ബോസ് പറയുന്നുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു ടാസ്കിനെ അവർ കൈകാര്യം ചെയ്തു. അങ്ങനെ കഴിഞ്ഞ കുറച്ച് സമയമായിട്ട് നെവിൻ്റെ അഴിഞ്ഞാട്ടമായിരുന്നു നമ്മൾ ലൈവിൽ കണ്ടുകൊണ്ടിരുന്നത്. നെവിന് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നെവിൻ ആ ഒരു ടാസ്കിനെ അത്രയധികം ഫണ്ണാക്കി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, എന്താണ് ആ ഒരു ക്യാരക്ടർ എന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ നെവിൻ പറയുകയാണ്, ഇതൊരു ഗുണ്ടാ സംഘമാണ്. ആ ഗുണ്ടാ സംഘം വാങ്ങിക്കാൻ വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇവർക്കിത് വിൽക്കണമെന്നുണ്ട്, എന്നുമുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ബിഗ് ബോസ് പറയുകയാണ്, ഏറെക്കുറെ ശരിയാണ്, നെവിൻ ബ്രില്യൻ ഗെയിമർ എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഇത് ഗുണ്ടാ സംഘമാണ് എന്നതിലൊരു തിരുത്തുണ്ട്. ഇത് ബിഗ് ബോസ് വീട് വാങ്ങിക്കാൻ വന്നിരിക്കുന്ന ഒരു ബിസിനസ് മാഗ്നറ്റാണ് നിങ്ങളെ എന്നൊക്കെയാണ് ബിഗ് ബോസ് പറയുന്നത്. എന്തായാലും അനീഷും നെവിനും വ്യക്തമായി കറക്റ്റായിട്ട് തന്നെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അവർ രണ്ടുപേരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു ടാസ്ക് കളിച്ചു. അനുമോൾക്ക് മാത്രമാണ് ആൻസർ പറയാൻ കഴിയാതിരുന്നത്. എന്തായാലും ഈ ഒരു ടാസ്കിൻ്റെ ആദ്യഘട്ടം ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ നാളെ ഇതിൻ്റെ തുടർച്ച എന്നോണം ബാക്കി ടാസ്കുകൾ വരുമായിരിക്കും. നമുക്ക് ഏതായാലും കാത്തിരിക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.